10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കുമെന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോ ഇതല്ലേ ഈ ശബ്ദം താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ജോജി തമ്പിനെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ. ചുമ്മാ വന്ന് പുള്ളിയും പേരെടുത്ത് സംസാരിക്കുന്നില്ല, ആരോടാണ് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ലഹരിക്കെതിരെ സംസാരിച്ചത് മുതൽ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു പച്ച മനുഷ്യനായിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പച്ച ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 2 വ്യക്തികളെ കുറിച്ചാണ്. അപ്പൊ നമ്മള് അതിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്ന ജോജി തമ്പി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ട് ഗീവ് അവേ ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര ഫാസ്റ്റില് സബ്സ്ക്രൈബറൊക്കെ കയറി ഭയങ്കര വലിയ റീച്ചിലൊക്കെ എത്തി നിൽക്കുന്ന അർജുൻ. അപ്പൊ ഇവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. 2 പേരോടും സംസാരിക്കാനുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. 2 പേരുടെ ഭാഗത്തുനിന്നും എനിക്ക് എന്റേതായ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിനോടും ഞാൻ ആ ചോദ്യങ്ങൾ വിട്ടുതരികയാണ്. അപ്പോ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് കുറെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇതിനകത്ത് 1 രൂപയെങ്കിലും കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഗീവ് അവേ കിട്ടിയിട്ടുള്ളവർ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളൊരു ഇൻഫ്ലുവൻസറെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സാമൂഹിക പ്രതിബദ്ധത വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? ഇതും കമന്റ് ചെയ്യുക. വേണമെങ്കിൽ വേണമെന്നും വേണ്ട എങ്കിൽ വേണ്ട എന്നും ഈ ഒരു കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും ചെയ്യണം. എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോ 5 ദിവസത്തിന് മുമ്പ് നമ്മുടെ അർജുന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ്, അറിയാമല്ലോ അർജുൻ എന്ന് പറയുന്ന ഒരു റോസ്റ്റിംഗ് സ്റ്റാർ തന്നെയാണ്. അപ്പൊ അർജുൻ ചെയ്ത ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ട്രോളുന്ന വീഡിയോ, ഗീവ് അവേയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ട്രോളുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ കാറും ബൈക്കും ഒക്കെ ഗീവ് അവേ കൊടുക്കുന്ന നമ്മുടെ ജോജി തമ്പിയെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ജോജി തമ്പി അതിന് മറുപടി ആയിട്ട് വന്നിട്ടുണ്ട്. അർജുൻ അവരെ ട്രോളുന്നത് അതിനുള്ള യോഗ്യത അർജുനുണ്ടോ എന്നുള്ളതും കൂടെയാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ആദ്യം അർജുന്റെ ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കുമെന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഈ ശബ്ദമൊക്കെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ജോജി തമ്പിനെയാണ് കേട്ടോ. 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി എനിക്ക്. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസർ ചെയ്യുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. കൊടുക്കാം. സോ ഗായ്സ്, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. നിങ്ങൾ എന്റെ അക്കൗണ്ടും യവന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. ഇത് കണ്ടിട്ട് ചിരിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇതിനകത്ത് റിയൽ ആയിട്ട് ചിരിച്ചു പോയതാണ് കേട്ടോ. ഞാനിങ്ങനെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചിരി അടക്കാൻ പറ്റി. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം, ഒരു സാധനവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഈ ലോകത്ത് ഒന്നും തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഈ ഗീവ് അവേ കൊടുക്കുന്ന ആൾക്കാര് താഴെ കമന്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും അതിനകത്ത് വരുന്ന കമന്റ്സ് എന്ന് പറയുന്ന മില്യൺ കണക്കിനാണ് കമന്റ്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കമന്റ് ഇടാൻ മാത്രമല്ല, വേറെ 2 അക്കൗണ്ട് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഇവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഈ 3 പേരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഈ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ ലക്ഷക്കണക്കിന് ഈ രൂപയുടെ കാറുകളും ബൈക്കുകളും ഒക്കെ ഇവര് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? ഈ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം അവർക്കുള്ള ഗുണം എന്താണ്? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ലക്ഷക്കണക്കിന് കാറുകൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുക, കുറച്ച് കമന്റും ഇന്ന ആളെ ഫോളോ ചെയ്യുന്നതും ഒക്കെ കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുന്നു. ബാക്കി കൂടെ കാണാം. യവന്റെ വാപ്പയാണ്. അപ്പൊ എന്റെ അച്ഛന്റെ അക്കൗണ്ടാ? അപ്പൊ നിന്റെ അച്ഛന്റെ അക്കൗണ്ട് പറ. എന്റെ അച്ഛന്റെ അക്കൗണ്ട്. അപ്പം അമ്മക്കും ഒക്കെ വിഷമോടാ, മാമിക്ക് വിഷമം. ഇവന്റെ മാമീനെ, എന്റെ മാമീനെ. എടാ നമ്മള് ബ്രാൻഡ് പാർട്ണറാ. 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അപ്പൊ മൊത്തം നിങ്ങളൊരു 24 അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും അല്ലേ?
ഒരു 100 കമന്റ് വെച്ച് നിങ്ങൾ ഇടുക. നിങ്ങൾ 2000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 2000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങൾ 10,000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 10,000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങളപ്പം നിങ്ങളെ എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊന്നും ശരിക്കും ആ ട്രോള് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവർ ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല രസമുണ്ട്. ഒരു കോമഡി, ഒരു ഫണ്ണായിട്ട് എല്ലാവരും എടുത്താൽ മതി. നിങ്ങൾക്കുള്ളത്. അതെ, 25 അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ ഓക്കെ. നീ എന്തിനാണ് കിടന്ന് മെഴുകുന്നത്? ഇവിടെ എന്റെ ആൾക്കാർക്ക് മെഴുകൽ കണ്ടാൽ മതി. അതിലെ ഞാൻ ഈ കൊളാബറേഷൻ വെച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മെഴുകൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നന്മമരം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, കടകൾ വെച്ച് കൊടുക്കുന്നു, അത് സിനിമാറ്റിക് മോഡിൽ വീഡിയോ എടുക്കുന്നു, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ കുറെ ഒരു അറിയാവുന്ന തോന്നുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പേര് മെൻഷൻ ചെയ്യും. അപ്പൊ ഇതെന്താണെന്ന് ഞാൻ അന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു ആപ്പ്, ബെറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പില് പിന്നെ പ്രൊമോഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപ, ഞാൻ ഒരു ഇത് പറയുവാണ് ഉദാഹരണം, ഒരു 50 ലക്ഷം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം, കൂടിപ്പോയ 20 ലക്ഷം രൂപ അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കും. ബാക്കി ഈ 30 ലക്ഷം രൂപ ഇവരുടെ കയ്യിലിരിക്കുന്നതാണ്. അപ്പൊ ആളുകളുടെ മുന്നിൽ നോക്കുമ്പോഴത്തേക്കും നന്മമരമാകുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, കട വെച്ച് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിലും പുറകെ കൂടെ അതിന്റെ ഇരട്ടി പൈസ പുള്ളിക്കാരന് കിട്ടുന്നുണ്ട്. ബാക്കിയും കൊടുക്കട്ടെ. ഇനി മറ്റേ കോശി ഫിനാൻസിൽ ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്, അത് പോയി കൊടുത്താലോ? നമുക്ക് കൊടുക്കൂടെ? ഒരു 5 ഐഫോണും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒന്നും അറിയും. 2 നമുക്ക്. അപ്പൊ ഇതാണ് അർജു ട്രോളിയ ആ വീഡിയോ. കൊടുക്കാൻ നീ എങ്ങോട്ടാ പോന്ന? ഇനി പത്തനംതിട്ട, കൊല്ലം പോ. മറ്റേ ബോഡി ഒന്ന് ഇവന് ശ്രദ്ധിച്ചൂടെ? അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇറക്കിയതിനു ശേഷം ഈ ട്രോളിയ വ്യക്തികൾക്ക് ജോജി തമ്പി നല്ല കിടിലം മറുപടിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അങ്ങോട്ട് എനിക്ക് പല രീതിയിലുള്ള ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി കണ്ടില്ലേ? ഇദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് ജോജി തമ്പി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരൻ ഈ കാറുകളും വില കൂടിയ ലക്ഷങ്ങൾ വില വരുന്ന കാറുകളും ബൈക്കുകളും ഒക്കെയാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ഇത് സ്പോൺസർ ചെയ്യുന്നവരുടെയൊക്കെ പിന്നെ പേജുകൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അല്ലാണ്ട് കമന്റ് ചെയ്യുക. ഈ അടിയിൽ വന്നിട്ട്, ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഒരാൾക്കാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ശരിക്കും ഇതും ഞാനും കണ്ടത്, ഈ കാറുകളും ബൈക്കുകളും ഒക്കെ വില കൂടിയതൊക്കെ ഇങ്ങനെ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. കാറൊക്കെ ഗീവ് അവേ കൊടുത്തു, 35 ലക്ഷം രൂപ വില വരുന്ന കാറൊക്കെ ഗീവ് അവേ കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഓരോ വലിയ വലിയ വാഹനങ്ങൾ, ലക്ഷറി കാറുകളൊക്കെ കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ തന്നെ വട്ടടിച്ചു പോയി. ഇത് എന്താണ് ഈ സംഭവം? കാര്യം കുറച്ച് കമന്റോ അല്ലെങ്കിൽ കുറച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോ ചെയ്ത് കൊണ്ടോ അങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ വില വരുന്നത് കൊടുത്തത് കൊണ്ട് എന്താണ് ഇവർക്കുള്ള ഗുണം? ഞാൻ അതാണ് ചിന്തിക്കുന്നത്. എന്താണ് ഇവർക്കുള്ള ഗുണം? അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ശരിക്കും ഒരുപാട് പിന്നെ ബോച്ചയുടെയും അല്ലാതെ ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരന്മാരുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് സഹായിച്ച് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ കൊടുക്കുന്നത്. അങ്ങനെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ബാക്കി വീഡിയോയും കൂടെ കണ്ടുനോക്കാം. ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ? പുള്ളി പറയുന്നത് ഒരുപാട് പിന്നെ പബ്ലിക്കിലേക്ക് ഒരുപാട് ഈ പുള്ളിനെ കുറിച്ചുള്ള നെഗറ്റീവ് വശങ്ങൾ കുറെ ഇങ്ങനെ പിന്നെ ട്രോളുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നു എന്നാണ്. എനിക്കെതിരെ പോരാടുന്നതുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാവുമോ? എനിക്കറിയില്ല. ശരിക്കും തിരിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാനാണ് സാധ്യത. ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്ന ലഹരി മാഫിയകളുണ്ടല്ലോ, അവരുടെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതകൾ. ചിലപ്പോൾ മേ ബി പുള്ളിക്ക് അത് ഉണ്ടായിട്ടുണ്ടാവാം. 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമത്. അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ ചുമ്മാ ഒന്ന്. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ കസിൻസ്, റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഗീവ് അവേയിൽ പങ്കെടുത്തിട്ട് ആർക്കെങ്കിലും ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലും ഗീവ് അവേയിലൂടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം. ദയവ് ഇതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അവരുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യണം. ശരിക്കും എന്റെ അറിവില് ഒരു സംഭവം ആർക്കും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുടെ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും എന്റെ അറിവില് ഇതുവരെ ആർക്കും ഇതുപോലെ കൂടിയ
വില കൂടിയ ബൈക്കോ അല്ലെങ്കിൽ വില കൂടിയ കാറോ ഒന്നും ഗീവ് അവേ കിട്ടിയിട്ടില്ല. ഈ ആഡംബര വാഹനങ്ങൾ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരാള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം. ഒരിടത്തും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അവൈലബിൾ അല്ല. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഈ വണ്ടി കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വണ്ടി വിറ്റിട്ടുണ്ടാവാം. എന്താണെന്നുള്ള സത്യാവസ്ഥയൊന്നും നമുക്ക് അറിയത്തില്ല. അത് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആകാംക്ഷ കൊണ്ട് പറയണം, ഒന്ന് കമന്റ് ചെയ്യുക. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലക്ഷറി വാഹനങ്ങളും ലക്ഷറി കാറുകള് അത് ഇതൊക്കെ ഗീവ് അവേ കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ദയവ് ഇത് ഒരു നേരം കിടന്നുറങ്ങാൻ പോലും, ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേര്, വീടില്ലാത്ത ഒത്തിരി പേരുണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ സഹായം ചെയ്യൂ. അഥവാ ഗീവ് അവേ ചെയ്യുവാണെങ്കിൽ ആ ഗീവ് അവേ കൊടുക്കുന്നത് അതായിക്കൂടെ, കുറച്ച് സെന്റ് സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു വീട് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ഗീവ് അവേ ചെയ്യുമ്പോൾ അത് കാണാനും അതൊക്കെ ഒരു ചരിത്രം തന്നെയായി മാറും. ശരിക്കും ഷെഡുകളിൽ താമസിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു ഒരുപാട് വാടകളൊക്കെ കൊടുത്തിട്ട് താമസിക്കുന്നതും, അതുപോലെ തന്നെ വീടില്ലാത്തവര്, പിന്നെ കടത്തിന്മേൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലെ. പോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ മൊബൈലൊന്നും അവർക്കൊന്നും ഉണ്ടാവത്തില്ല. അഥവാ നിങ്ങൾക്ക് ഗീവ് അവേ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട പിന്നെ ആരെങ്കിലും അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ കൊടുക്കുന്നു, നിങ്ങൾ ഈ ലക്ഷറി വണ്ടികൾ കൊടുക്കുന്നതിന് പകരം ഒരു വീട് വെച്ച് കൊടുത്ത് എന്ത് രസമായിരിക്കും. അത് ഒരു ചരിത്രം തന്നെയായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു സേവനമാണ് നമ്മുടെ ഈ ഒരു വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുക. നിങ്ങൾ കൊടുത്തോ, ഈ ആഡംബര വാഹനങ്ങളൊക്കെ കൊടുത്തോ, അതിന്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഇടക്കിടക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ അവസ്ഥയില്ലാതെ ചിലപ്പോൾ കഴിവുള്ള കുട്ടികളായിരിക്കും, അവരെയൊന്നും പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത മാതാപിതാക്കളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സഹായം ചെയ്യും. കാര്യം പഠിപ്പിക്കുക, ഇത്ര കൊല്ലം അവരെ പഠിപ്പിക്കാൻ ഏറ്റെടുക്കുക, ഇത്ര കുട്ടികളെ, അതൊക്കെ വലിയ കാര്യം തന്നെയായിരിക്കും. ബാക്കി കേൾക്കാം. അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവ് അവയുടെ കാര്യമില്ല. എടാ എന്റെ സ്വന്തം വണ്ടി ഗീവ് അവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവ് അവേ ട്രെൻഡ് ആക്കി എടുത്തത്. എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ വലിയ വാഹനങ്ങൾ, ലക്ഷറി, ഇത്രയും വില കൂടിയ വാഹനങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് എന്താണ് ഇവർക്കുള്ള ഗുണം? അതൊന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്, എന്തായിരിക്കും ഇവർക്കുള്ള ഗുണമെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. ശരിക്കും ഇവരുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്നത് 10ാം ക്ലാസ്, +1, +2 പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് കൂടുതലും ഇതിനകത്തേക്ക് ഗീവ് അവയിൽ പങ്കെടുക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കയറ്റിയ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി കൂടെ കാണാം. എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് പലർക്ക് വേണ്ടി, പല ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടാ ഇത് ചെയ്യാൻ നമ്മൾ ഉള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ നിനക്ക് ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത്, ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. ഈ ഗീവ് അവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി മറിഞ്ഞിട്ടുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞില്ലേ, ജീവിതം മാറി മറിഞ്ഞു. ഈ ഗീവ് അവയിലൂടെ ജീവിതം മാറി മറിഞ്ഞ ഒരാളെങ്കിലും ഒന്ന് കമന്റ് ചെയ്തു, അറിയാവുന്നവരെങ്കിലും. എനിക്ക് ഇന്ന പോലെ ഒരാളെ അറിയാം, ഗീവ് അവയിലൂടെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറയുന്ന അങ്ങനെയുള്ള ആരെങ്കിലും കൂടി. കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു ജീവിതമൊക്കെ ഗീവ് അവയിലൂടെ മാറി മറിയുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ളവര്. അപ്പൊ അതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്, ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ജീവിതം മാറി മറിഞ്ഞത്. ഈ ഗീവ് അവേ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. അതായത് ഈ ഗീവ് അവേ ചെയ്യുന്നതിന് തന്നെ 10, 35, 40 ലക്ഷം രൂപയോളം വേണം. ആ സംഭവം പുള്ളി കൊടുക്കുന്നത് കൊണ്ട് പുള്ളിക്കാരന് എന്ത് വരുമാനമാണ് കിട്ടുക? അല്ല, പുള്ളിക്കിനി വേറെ ആരെങ്കിലും വല്ല ബാങ്ക് പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും വേറെ പൈസ കൊടുക്കുവോ? ബാക്കി കാണാം. എന്ന് പറയുന്ന ആരുടെയും കുടുംബ സ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. എടാ ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെയൊക്കെ ഈ കുരു പൊട്ടം തുടങ്ങി. അല്ല, ഈ ലഹരി എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് എന്താ സംഭവം എന്നൊന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഈ ലഹരി എന്ന് പറയുന്നത് മാത്രം കേൾക്കാം. തുടക്കത്തിലും പറഞ്ഞത്, ഇപ്പോഴും പറയും. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സ് നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല, പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടിയില്ല. പിന്നെ ഞാൻ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്നവരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ആക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അറ്റത്ത് സംസാരിക്കേണ്ടി വരും. പിന്നെ ഞാൻ എന്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ബ്ലോക്ക് ആക്കി വിടും പലരും. എടാ എത്രയൊക്കെ നല്ലത് ചെയ്താല് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയേണ്ടതുണ്ടല്ലോ. സമ്മതിക്കണം ഇവനെ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ എന്തിനാ ആൾക്കാരെ നോക്കണം? നമ്മൾ നല്ല വഴി കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നമ്മൾ എന്തിനാ വറീഡ് ആവണം?
ഞാൻ പറഞ്ഞ ജോജി തമ്പി തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന്. എങ്കിൽ പുള്ളി എന്തിന് വേറെ ആൾക്കാരെ നോക്കുന്നു? സ്വന്തം അവരെന്തെങ്കിലുമൊക്കെ കിടന്ന് പറയട്ടെ എന്ന് തന്നെ വിചാരിക്കണം. എന്നിട്ട് ജോജി തമ്പിക്ക് എന്താണോ തോന്നുന്നത്, അത് ജോജി തമ്പിക്ക് ശരിയാണെന്ന് തോന്നുന്നത് അത് ചെയ്യണം. ചിലപ്പോൾ മാനസികമായിട്ട് കുറെ നെഗറ്റീവ് കാര്യങ്ങളോ ഒക്കെ കമന്റ് വന്നിട്ടുണ്ടാവും, മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. പറയുന്നുണ്ട് ലഹരിക്കെതിരെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ബാഡ് ഇതൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് ലക്ഷറി കാറ്, ഇതുപോലെ രൂപയുടെ ലക്ഷറി കാറുകളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്, പുള്ളിക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അർജു അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് My 11 സർക്കിൾ ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു അപ്പോ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച് ഈ നമ്മളെ ട്രോളിയ അർജു തന്നെയാണ് ഈ ഒരു കാര്യവും ചെയ്യുന്നത്. ഈ ലുഡോ സൂപ്പി എന്ന് പറയുന്ന ഒരു ഗെയിം, അപ്പോ ആ ഒരു ആപ്പിന്റെ പ്രൊമോഷനാണ്. പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് കുട്ടികളാണ്. അപ്പോ പുള്ളിക്കാരൻ ആ കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ ഒരു ഗെയിമിന്റെ ആപ്പിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യണം, ഈ അർജു ചെയ്ത കാര്യം ഈ ലുഡോ ആപ്പ് പ്രൊമോഷൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ബാക്കിയും കൂടെ കേൾക്കാം. തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പാണ് ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അർജുൻ ഒരുപാട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ഈ വീഡിയോയിൽ ഒരുപാട് ഈ ഗെയിമിംഗിന്റെ ആപ്ലിക്കേഷന്, അതും തട്ടിപ്പായിട്ടുള്ള ഓരോ ആപ്ലിക്കേഷനും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? എന്തുവാടേ, ഞാൻ റിച്ചാന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല, റിയൽ ലൈഫിൽ നിനക്ക് റിച്ചാകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറും 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടേ നോക്കൂ. അർജുൻ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ സുപ്പിയിൽ നിന്നും ഉണ്ടാക്കിയതിന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും 1 ലക്ഷം രൂപ. അപ്പൊ കുറെ നാളായി ഈ ഒരു സംഭവം പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജു ചെയ്യുന്നത് സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന ഈ യുവതലമുറയെ ഒരു കുഴിയിലേക്ക് ചാടിക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫേക്ക് ആയിട്ടുള്ള ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു തെറ്റെന്ന് പറയുന്നത്. ഇപ്പൊ അർജു റോസ്റ്റിംഗ് ചെയ്യുന്നു, അത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഓരോ ഇതൊന്നും അല്ല. പുള്ളിക്കാരൻ ആ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞല്ല ഒന്നും ചെയ്യും. ഇനി എനിക്ക് പറയാനുള്ളത്, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാളെയും തലയെ കയറ്റി വെക്കേണ്ട കാര്യമില്ല. എന്റെ വ്യൂവേഴ്സിനോട് ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, ഒരാളെയും നിങ്ങൾ തലയെ കയറ്റി വെക്കരുത്. ജോജി തമ്പി പറയുന്നത് ഗിവ് അവേ ചെയ്യുന്നു, അത് അതിൽ നിന്ന് പൈസ കിട്ടുന്നു, അത് മറ്റുള്ളവർക്ക് ചെലവാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അർജുനാണെങ്കിലും പിന്നെ ഈ പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ഈ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഇല്ലാതെ ഇവരാരും ഒന്നും ചെയ്യില്ല. ഈ ലക്ഷങ്ങൾ വിലയുള്ള കാർ കൊടുക്കണമെങ്കിലും ഈ ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യണമെങ്കിലും എല്ലാത്തിന്റെയും പിന്നിൽ ഇവർക്ക് നല്ല നേട്ടം തന്നെയുണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്റെ ഈ ഇത് കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഇത് കിട്ടിയ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാര്യം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.